ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക്. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പാവയ്ക്ക കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കയ്പിനേക്കാളും കൂടുതൽ മധുരമുള്ളൊരു പാവയ്ക്ക കറിയാണ്. നമ്മുടെ നാട്ടിൽ പാവയ്ക്കക്ക് കയ്പക്ക എന്നാണ് കേട്ടോ പറയുക, ഇവിടെ കണ്ണൂരിൽ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, തേങ്ങയൊക്കെ അരച്ചിട്ടുള്ളൊരു കറി. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. പാവയ്ക്ക ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലും ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടൊന്നുമില്ല, ഫ്ലെയിം ഓൺ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഫ്ലെയിം ഓൺ ചെയ്യാതെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 10-15 മിനിറ്റൊക്കെ ഇതൊന്ന് വെക്കാം, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് വേറൊരു കാര്യം ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൽ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ചൂട് വെള്ളമാണെങ്കിൽ അത്രയും നല്ലത്, നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. 4-5 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ജീരകം ചേർത്ത് കൊടുക്കണം. ജീരകം ചെറിയ ജീരകമാണ്, സാധാരണ ജീരകം 1/2 ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം അരിച്ചെടുത്തതാണ്. ഇനി പാവയ്ക്ക ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിവിടെ നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാവയ്ക്ക 1/4 വേവൊക്കെ ആയിട്ടുണ്ട്, കുറച്ചുകൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു സൈസിലുള്ള ഒരു വെല്ലമാണ് ഞാൻ ചേർക്കുന്നത്. ഇതൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പകുതി വെല്ലമാണെങ്കിൽ പകുതി ചേർത്താലും മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ചേർത്തതുകൊണ്ട് തന്നെ പാവയ്ക്കയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്, കറിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. പാവയ്ക്ക വെന്ത് വന്നിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്ത തേങ്ങ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇത് അടച്ചു വെക്കണം. തേങ്ങയുടെ ആ ഒരു പച്ചച്ചുവ ഉണ്ടാവില്ലേ, റോ ടേസ്റ്റൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. 10 മിനിറ്റൊക്കെ മതിയാവും കറി തിളച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാം. അപ്പോൾ കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയിട്ട് വരുമ്പോൾ ഇതിലേക്ക് 3 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചത് നമുക്കിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മധുരമുള്ള പാവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി നിങ്ങൾ തലേ ദിവസം തയ്യാറാക്കിയിട്ട് പിറ്റേ ദിവസം കഴിച്ചു നോക്കിയേ, ടേസ്റ്റ് കൂടും. അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്